ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ചു ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കാം. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ്, ലൈഫ് ഫുള്ളായിട്ട് സ്റ്റക്കാണ്. ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. ലൈഫ് ഫുള്ളായിട്ട് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നുണ്ടാവും, ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നുണ്ടാവും. എന്താണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഭയങ്കരമായ സ്പിരിച്വൽ അവേക്കനിങ് നടന്നിട്ടുണ്ടാവും ലൈഫിൽ. അതായത് നിങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുത്തിട്ടുണ്ടാവും. നിങ്ങളിൽ നിന്ന് ചില ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം. നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നടക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഹെർമിറ്റ് എനർജി. അടുത്ത കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ സഹായം തേടുന്നുണ്ടാവും. ചിലപ്പോൾ ഒരാളുടെ അടുത്തുനിന്ന് ഒരു ഗൈഡൻസ് എടുക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോകുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്കത് ചാനലൈസ് ചെയ്യണം. നിങ്ങളുടെ ഒരുപാട് സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ആ ഒരു എനർജിയെ ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റ് പല കാര്യങ്ങളിൽ വ്യാപൃതരാവുന്നതാകാം. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നതാകാം, മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതാകാം. ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ആകാം, ഒരു ടാറോ റീഡിംഗ് ആവാം, ഒരു ഗൈഡൻസ് ആകാം നിങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് വേണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ടാരോ റീഡിങ്സ് കാണുന്നത് പോലും റീഡിങ്സിൽ നിന്ന് ഒരു കൗൺസിലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റീഡിങ്സിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രതീക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് മൂന്നാമതൊരാളുടെ സഹായമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടും അത് നിങ്ങൾ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്തത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇതൊരു ഫാമിലി കാർഡാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ പല സോഴ്സിൽ നിന്ന് പണം വരുന്നുണ്ടാവും. നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്ന് പണം വരുന്നുണ്ടാകും. നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടൻ്റ് ആയിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി റീയൂണിയൻ നടന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ മൂന്നാമതൊരാൾ മൂലം ഇഷ്യൂസ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കാർഡ് കൂടെ എടുക്കാം. ലാസ്റ്റ് ഒരു കാർഡ്, ദ സ്ട്രെങ്ത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആളല്ല നിങ്ങളിപ്പോൾ. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ പുതിയതായിട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്പിരിച്വലി വളരെ ഗ്രോ ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം നല്ല ഒരു ഗ്രോത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലായാലും നേടിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.